നേരം വെളുക്കുന്നതിന് മുമ്പ് പോവിയാ കൊന്നുകളയും പന്നി. ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺവെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ. ഓരോ ദിവസവും ഓരോ പരാതിയാണ് ഇപ്പോൾ നടൻ ജയസൂര്യക്കെതിരെ വരുന്നത്. ഇന്നതാ തിരുവനന്തപുരം സ്വദേശിയായ നടിയുടെ പരാതിയിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ്. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇന്നലെയായിരുന്നു സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി ആക്രമിച്ചെന്ന ആലുവയിലെ നടിയുടെ പേരിലും ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് തീർന്നില്ലേ? എന്നെ പറ്റി എന്റെ ജാതിക്കാരായ ഈ നാട്ടുകാര് പറയുന്നത് ഒരു കരയോഗം പ്രസിഡന്റ് ആവുമ്പോ ഇങ്ങനെ പലതും സഹിക്കേണ്ടി വരും. ഇതൊക്കെ നിസ്സാരം. ഈ സോക്രട്ടീസിനെ പറ്റി എന്തൊക്കെ കഥകളാണ് പറഞ്ഞിട്ടുള്ളത്? ഈ ടോൾസ്റ്റോയെ പറ്റി എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? മഹാത്മാരെ പറ്റി അങ്ങനെ പലതും പറയും. നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണ്ടെന്നേ. നന്നായിട്ട് സ്നേഹിച്ചാൽ മതി, ആത്മാർത്ഥമായിട്ട് സംസാരിക്കും. എന്നാൽ ഇതൊക്കെ നടക്കുമ്പോഴും ജയസൂര്യ രാജ്യം വിട്ടു നിൽക്കുകയാണ്. സൂര്യ ന്യൂയോർക്കിലാണ് ഉള്ളത്. അവിടെ തന്നെ കുറച്ച് ദിവസം കൂടി തുടരുമെന്നുള്ളതാണ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കേന്ദ്ര. ഇതേതാണ്ട് എലിക്കനിൽ സുന വിട്ടതുപോലെ എപ്പോ സുനവിട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റിച്ചേ. നടുവിന് നല്ല വേദനയുണ്ട് വൈദ്യരെ. ഷാജി, സുഷുമ്നയുടെ 14ാമത്തെ കശേരുവിലാണ് ക്ഷതം. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് കൈയും കാലും ഒന്നും പൊങ്ങിയില്ല. ഇനി കുറെ കാലത്തേക്ക് വടംവലി പോയിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ പോലും പറ്റുകയില്ല. ഒരു ഫോൺ അടിക്കാനെങ്കിലും പറ്റുമോ വൈദ്യരെ? എവിടെ ഒരു തിരിയിട്ട ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കാം. ഈ അവഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാണ്. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. എന്നാലും രുചിയുണ്ടല്ലോ ഷാജി. നെഞ്ചുവേനും പനിയൊന്നുമില്ല, നല്ല നടുവേനുണ്ട്. അല്ല, ചരിഞ്ഞ കൊമ്പന് എന്തിനാ ഷാജിയേട്ടാ നെറ്റിപ്പെട്ടത്?